ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ വീണ്ടും ഇതാ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ടൈമിങ്ങും ജോലിയും വീട്ടുകാര്യങ്ങളും അതുപോലെ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാം സമയത്തിന് എടുക്കാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലാഗിങ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ജോലി കിട്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ളൊരു ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ്. അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നിങ്ങളെ മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു മാസത്തോളമായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു ഫ്രൈഡേ റൂമിൻ്റെ കോലാണ് ഈ കിടക്കുന്നത്. രാവിലെ തന്നെ എണീറ്റ് ഫിറും മക്കളും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ റൂം ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. അവരുടെ ടോയ്സും തലേദിവസം കഴിച്ച പാത്രങ്ങളും ഒന്നും കഴുകാതെ അങ്ങനെ കിടന്ന് ബെഡും റൂമൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കണം. അപ്പോൾ ആദ്യം ക്ലീനിങ് ആണ്. വെള്ളിയാഴ്ച എല്ലാ ദിവസവും നമ്മൾ ആദ്യം തൊട്ട് ക്ലീൻ ചെയ്യണം. അപ്പം ഡ്രസ്സുകൾ അലക്കി കൊണ്ടുവന്നത് മടക്കി വെക്കലും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യലും റൂം മൊത്തത്തിലൊന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇതെല്ലാം. പിന്നെ അതുപോലെ തന്നെ അറിയാത്തൊരു പെട്ടെന്നൊരു ഗസ്റ്റും വന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ഒക്കെ കൂടെ ഉള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ലോണ്ട്രി ബാസ്ക്കറ്റിന് ഒരു ഒഴിവുമില്ല. മക്കളതാണെങ്കിലും ഞങ്ങളതാണെങ്കിലും എപ്പോഴും ഡ്രസ്സ് നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഒന്ന് അലക്കി തീരുമ്പോഴത്തേന് വീണ്ടും അത് ഫില്ലാവും അങ്ങനെ. അപ്പോൾ ടേബിളൊക്കെ നിറയെ സാധനങ്ങൾ, അവരെ ബോട്ടിൽസ്, നമ്മൾ ഇന്നലെ കഴിച്ച പ്ലേറ്റ്സുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ആദ്യം തൊട്ട് എന്താ നനച്ച് കുളിക്കുക എന്ന് പറയില്ല, അതുപോലെ തന്നെ ചെയ്യണം എല്ലാ കാര്യങ്ങളും കൂടെ. അപ്പോൾ തലേ ദിവസം മടി പിടിച്ചതുകൊണ്ടാണ്. അപ്പോൾ വ്യാഴാഴ്ച വൈകിട്ട് വന്നാൽ നല്ല വെള്ളിയാഴ്ചയാണല്ലോ, ഇന്നൊരു റെസ്റ്റ് മുഴുവൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്യാണ്ട് ഇരിക്കുന്നതാണ് രാത്രി. അപ്പോൾ പിറ്റേ ദിവസം എന്തായാലും പണി കൂടുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഗസ്റ്റിൻ്റെ കാര്യം നമ്മൾ അറിയണത്. ആൾ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. ഫിറുവിൻ്റെ പെങ്ങളെ മകളെ ഭർത്താവാണ്. അപ്പോൾ എല്ലാം ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് ശരിക്കും വിരിച്ചിട്ടാണ്, പുതിയ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഒക്കെ ഒന്ന് ശരിയാക്കി വൃത്തിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ DIY ക്രിസ്മസ് ട്രീ ആയിരുന്നു കേട്ടോ. ഇതുപോലെ ഫിറുവിനെ ഒരു ദിവസം റൂം മൊത്തം ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്തിട്ട് സർപ്രൈസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഓരോ സെറ്റപ്പും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇൻ്റർവ്യൂ കോൾ വന്നതും ഒക്കെ ശരിയായതൊക്കെ. അപ്പോൾ പിന്നെ ഒന്നിനും ടൈം കിട്ടിയില്ല. അപ്പോൾ അത് ഒരു വാൾ ഹാങ്ങിങ്ങൊക്കെ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും യൂസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കാർഡ്ബോർഡൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഫിറു അറിയാതെ ഒരു ദിവസം വൈകുന്നേരം വരുമ്പോൾ ഒന്ന് സർപ്രൈസ് ചെയ്യാമല്ലോ വിചാരിച്ച് വെച്ചതായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ ഒരുവിധം റൂമൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലോണ്ട്രി ഉണ്ട്, വാഷിംഗ് കഴിയണം. എൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫിറു ഫുഡായിട്ട് വന്നു. അപ്പോൾ ഫിറും മക്കളും ഞാനൊക്കെ ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഗസ്റ്റിന് വേണ്ട പ്രിപ്പറേഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ തട്ടകത്തിലേക്ക് കയറി. അപ്പോഴേക്കും ഡ്രസ്സൊക്കെ വാഷിങ്ങിനിട്ടു. ഓരോ പണികൾ ഒപ്പം ചെയ്യാനല്ലോ. അതുപോലെ തന്നെ തലേ ദിവസം കൂട്ടി വെച്ച പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി എടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നമ്മളെ മന്തിയാണല്ലോ.
അപ്പോൾ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫിറു വേഗം പോയിട്ട് ചിക്കനും ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഒരു ചിക്കൻ മന്തിയും ബീഫ് വരട്ടിയതും പിന്നെ ഇവരുടെ ഗസ്റ്റിന് ഏറ്റവും ഇഷ്ടം വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സാധാരണ ഒരു ചോറും കൂട്ടാനും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കുമ്പളങ്ങ കറിയും മോരൊക്കെ ഒഴിച്ചിട്ടുള്ള കുമ്പളങ്ങ കറിയും അതുപോലെ തന്നെ പപ്പടവും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുക്കറിൽ സാധാ ചോറ് വേവിക്കുന്നുണ്ട്, മറ്റെടുത്ത് നമ്മുടെ മന്തിയും. പിന്നെ എപ്പോഴും എൻ്റെ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറയുന്നത് ഫിറു ആണ്. ഫിറു ഭയങ്കര എന്താണ് പറയുക, കുക്കാണ്. അപ്പോൾ ഒനിയനൊക്കെ കട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഫിറു ഇതാ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാണ്. അപ്പോഴേക്കും ഞാൻ മന്തിക്കുള്ള മസാലയൊക്കെ കൂട്ടിയത് വയ്ക്കുകയാണ്. അങ്ങനെ മന്തിയൊക്കെ ഇതാ പെട്ടെന്ന് തന്നെ റെഡിയാക്കി. ഇപ്പോൾ കുമ്പളങ്ങ കറി അടുപ്പിലുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കം ഒക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബീഫ് ഇവിടെ വന്ന് സൈഡിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫുഡൊക്കെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ പയർ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ആൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ സാധാരണ ചോറും കറിയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കി. പിന്നെ ഒരു ചെറിയ എന്താ പറയുക, പായസമല്ല എന്നാൽ സേമിയൊക്കെ വേവിച്ചിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഒരു സ്വീറ്റ്സും ആയിട്ട്. അപ്പോൾ എല്ലാവരും വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാട്ടോ നമ്മുടെ സ്വീറ്റ്. കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും അതുപോലെ തന്നെ നമ്മൾ സേമിയൊക്കെ വേവിച്ച് കുറച്ച് ഐസ്ക്രീമും കൂടെ അതിൽ ആഡ് ചെയ്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഡെസേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരടിപൊളി ഫ്രൈഡേ ആയിരുന്നു. രാവിലെ മുതൽ ക്ലീനിങ്ങും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഇടയിൽ ഗസ്റ്റും ഒക്കെ. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ആയി. നമ്മളെ ന്യൂ ഇയറിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. പക്ഷേ എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഇതാ അപ്പോൾ ജനുവരി അവസാനിക്കാനായി. പിന്നെ അടുത്ത ജോലി എന്ന് പറയുന്നത് അലമാര അലങ്കോലമായിട്ട് കിടക്കുകയാണ്. നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ തട്ടിലെയും ഡ്രസ്സുകളൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ട് അനുഷുവിൻ്റെ വേറെ വെച്ച് ഫോൾഡ് ചെയ്യാണ്. അതുപോലെ തന്നെ എൻ്റെതും ഫിറുവിൻ്റെ ഒക്കെ വേറെ വേറെ വെച്ച് ഫോൾഡ് ചെയ്ത് അലമാര ഒന്ന് ഒതുക്കി വെക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ കൂടെ ഒരു ഫ്രൈഡേ ആണുള്ളത്. ഫ്രൈഡേ വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒന്ന് റിലാക്സേഷന് വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങി കോർണിഷിലൊക്കെ ഒന്ന് ഒരു ചെറിയ വാക്കൊക്കെ നടത്തിയിട്ട് നമുക്ക് തിരിച്ചു വരാമെന്ന് വെച്ചു. കാരണം നമ്മൾ ഈ റൂമും അതുപോലെ തന്നെ ഇപ്പോൾ വർക്കിംഗ് പ്ലേസും അത് മാത്രമല്ലേ ഉള്ളൂ, നമ്മൾ പുറത്തങ്ങനെ ഇറങ്ങണേ ഇല്ല. അപ്പോൾ ഒരു ഫ്രൈഡേ വൈകുന്നേരം ഒന്നൊരു റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈം കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.